തെക്കൻ മേഖലാ ദിന കേരള സംരക്ഷണ യാത്ര തുടരുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേക്ഷണം. കേരള കോൺഗ്രസ് ബി PM മാത്യു, ഇടതുപക്ഷ മുന്നണി, ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 10 കക്ഷികളുള്ള മുന്നണിയായി LDF വികസിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു സംസ്ഥാന ജാഥയാണ് ഇത്തവണത്തെ കേരള സംരക്ഷണ യാത്ര. ഇതിൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശം വികസനം, സമാധാനം, സാമൂഹ്യനീതി എന്നതാണ്. ഈ മുദ്രാവാക്യത്തെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഈ യാത്ര പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒത്തുകൂടുന്ന അഭൂതപൂർവമായ ജനക്കൂട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏപ്രിൽ മാസം ആദ്യം ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടക്കും. 100 ദിവസം കൊണ്ട് നരേന്ദ്രമോദിയെ, BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് വളർന്നു വരികയാണ്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തിനും ഭീഷണിയാണ് BJP സർക്കാർ എന്ന് 5 കൊല്ലം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ BJPയുടെ ഭരണം അസന്നിഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സർക്കാരിനെ പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഇടതുപക്ഷം അടുത്ത പാർലമെന്റിൽ ജയിക്കണം. ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളെ ജയിപ്പിച്ച് മാത്രമേ മോദിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. 2004 വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ 6 കൊല്ലത്തിന് ശേഷം BJPയെ പുറത്താക്കാൻ കഴിഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റിൽ 18 സീറ്റിലും ഇടതുപക്ഷം ജയിച്ചതുകൊണ്ടാണ് 2004 വാജ്പേയിയെ പുറത്താക്കാൻ സാധിച്ചത്. അതിന് സമാനമായ ഒരു ഇലക്ഷൻ ഫലം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ BJPയെ അധികാരത്ത് പുറത്താക്കാം. കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ അത് BJPക്ക് ബദലാകാൻ പോകുന്നില്ല. കോൺഗ്രസും BJPയും ഇടതുപക്ഷവും മത്സരം നടക്കുന്ന ഇടങ്ങളിൽ 2 കൂട്ടരെയും തോൽപ്പിച്ച് ഇടതുപക്ഷം വിജയിച്ചാൽ മാത്രമേ രാജ്യത്തൊരു ബദൽ നയം ഉയർത്തിപ്പിടിക്കാനുള്ള അംഗബലം പാർലമെന്റിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അവസരമാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസുകാർ വിജയിച്ചാലും വിജയിക്കുന്ന കോൺഗ്രസുകാർ പാർലമെന്റിലെത്തുമ്പോൾ, അസംബ്ലിയിലെത്തുമ്പോൾ കാലുമാറി BJPക്കാരാവുകയാണ്. ഈ കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കും? ഇന്നത്തെ പത്രത്തിൽ, ഹിന്ദു പത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കർണാടകത്തിലെ കോൺഗ്രസിന്റെ MLA കോൺഗ്രസ് രാജിവെച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പാർലമെന്റിലെ നേതാവ് മല്ലികാർജുന ഖാർഗെക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. ഇന്നലത്തെ കോൺഗ്രസുകാരാണ് ഇന്നത്തെ BJPക്കാരായിട്ടുള്ളത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുന്നു എന്നതിന്റെ തെളിവല്ലേ കർണാടകത്തിൽ വന്നിരിക്കുന്ന ഈ രാജി. ഇന്ത്യയിൽ ഈ 5 കൊല്ലത്തിനിടയിൽ 90ഓളം കോൺഗ്രസ്
MLA-മാർ കോൺഗ്രസ് രാജിവെച്ചു, BJP ചേർന്നു. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിലും BJPക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഗോവ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP-യാണ്. മണിപ്പൂർ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. അരുണാചൽ പ്രദേശ്, അവിടെ 60-അംഗ നിയമസഭയിൽ കോൺഗ്രസ് 45 സീറ്റിൽ ജയിച്ചു. ജയിച്ച 45 കോൺഗ്രസുകാരിൽ 34 കോൺഗ്രസുകാർ BJP ചേർന്നു. അങ്ങനെ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും BJP-യിലായി. കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ BJP-യുടെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയാണ് രാജ്യത്ത് BJP ഗവൺമെന്റുകൾ വരുന്നത് എന്ന് അനുഭവത്തിൽ മനസ്സിലായില്ലേ? കർണാടകത്തിൽ 10 കോൺഗ്രസ് MLA-മാർ അപ്പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അവിടെ ഒരു കോൺഗ്രസ് MLA-ക്ക് നിശ്ചയിച്ചിരിക്കുന്ന വില എത്രയാണെന്നറിയോ? 25 കോടി, 25 ലക്ഷമല്ല. കർണാടകത്തിലെ സ്പീക്കർക്ക് നിശ്ചയിച്ചിരിക്കുന്ന വില 50 കോടി. കാലുമാറിയാൽ അവിടെ MLA-മാർക്ക് 25 കോടി കിട്ടും, കോൺഗ്രസ് MLA-മാർ കാലുമാറിയാൽ. അതുകൊണ്ട് കേരളത്തിലെ പല കോൺഗ്രസ് MLA-മാരും കർണാടകത്തിൽ മാറ്റാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ മാറിക്കിട്ടിയാൽ 25 കോടി ഉറപ്പായി. എന്നാൽ ഇടതുപക്ഷത്തിൽപ്പെട്ട ഒറ്റയാളെയും ഇതുവരെ BJPക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇടതുപക്ഷക്കാരന്റെ കാല് നല്ല ഉറപ്പുള്ള കാലാണ്, അങ്ങനെ പിടിച്ചാൽ നീങ്ങുന്ന കാലല്ല. ഇവിടെ ഇടതുപക്ഷക്കാരെ ആരെങ്കിലും അവർക്ക് മാറ്റാൻ സാധിക്കും? ഇവിടെ നമ്മുടെ MP സമ്പത്ത് പല തെരഞ്ഞെടുപ്പിലും ജയിച്ചു. സമ്പത്തൊന്ന് കാലുമാറി കൊടുത്താൽ BJPക്കാർ വേണമെങ്കിൽ ഒരു MLA-ക്ക് 25 കോടിയാണെങ്കിൽ ഒരു MP-ക്ക് എത്ര കിട്ടും? ഒരു 200 കോടി കിട്ടും. 1000 കോടി കൊടുത്താലും സമ്പത്ത് കാലുമാറില്ല എന്നുള്ളതല്ലേ സമ്പത്തിനെ സമീപിക്കാൻ ആൾക്ക് ധൈര്യം കാണിക്കാൻ പോയത്. ഇതാണ് ഇടതുപക്ഷം രാജ്യത്ത് വിശ്വസനീയമായ മതനിരപേക്ഷ ശക്തിയായിട്ട് മാറുന്നത്. ഇടതുപക്ഷം RSS-മായി ഏറ്റുമുട്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. CPIM-ന്റെ പ്രവർത്തകന്മാർ ഈ കേരളത്തിൽ 236 പേർ RSS ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. ഇന്ത്യ രാജ്യത്ത് RSS-കാർ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലക്ക് വില നിശ്ചയിച്ചിരിക്കുകയാണ് RSS-കാർ. 2 കോടി. ഒറ്റ കോൺഗ്രസുകാരുടെ തലക്ക് ഒരു 10 പൈസ വില ഇതുവരെ നിശ്ചയിച്ചിട്ടുണ്ട്. ചെന്നിത്തലയുടെ തലക്ക് വല്ല വിലയുമുണ്ടോ? ഇവർക്ക് ആരെങ്കിലും RSS-ന്റെ ഒരു ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇടതുപക്ഷത്തെ എന്തുകൊണ്ടാണ് RSS ശത്രുവായി കാണുന്നത്? മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ RSS-കാർ ശത്രുക്കളായി കാണുന്നത്. ഈ പോരാട്ടത്തിൽ ലോകസഭയിൽ ഇടതുപക്ഷം ജയിക്കുക തന്നെ വേണം. കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നു പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി രക്ഷപ്പെട്ടു എന്നാണ്. അമ്മേ കൊറേ പാടും കറിയായിട്ടുണ്ട്, ഇതും കൊടുത്തോളൂ ആർക്കെങ്കിലും. ഇത് ഡൊണേഷൻ ബോക്സ്, ഡസ്റ്റ്ബിൻ അല്ല. കൊടുക്കണേന്റെ മുന്നേ ഞാൻ കഴുകിക്കൊള്ളാം. സോറി അമ്മേ, ഞാൻ കഴുകാം.
പക്ഷേ പാടും കറിയും പോകുന്നതോടെ കളർ ഫെയ്ഡ് ആയാലോ? ഇതുകൊണ്ട് കഴുകിയാൽ ഫേഡാവില്ല. നിങ്ങൾ എത്ര തന്നെ കെയറിംഗ് ആണോ അത്രയും തന്നെ കെയറിംഗ് ആണ് പുതിയ ഹെൻകോ സ്റ്റെയിൻ കെയർ എൻസൈമുകൾക്കൊപ്പം. ഇതിന്റെ ഓക്സിജൻ പവർ പാടും കറകളും അകറ്റുന്നു, കൂടാതെ കെയർ എൻസൈമുകൾ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. അമ്മ പ്ലീസ്. പുതിയ ഹെൻകോ സ്റ്റെയിൻ കെയർ വെറും വാഷ് അല്ല, കെയർ. അമ്മേ, വെറും നോർമൽ മോഡ് ദുഷ്ടകൊതുകുകളുടെ അക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഡോണ്ട് വറി പുത്ര, നോർമൽ മോഡിന്റെ പവറും 50% വർദ്ധിച്ചിട്ടുണ്ട്. 50% കൂടുതൽ ശക്തിശാലി പുതിയ ഗുഡ് നൈറ്റ് റീഫിൽ നോർമൽ മോഡിനെ കൂടുതൽ ശക്തിശാലിയും ആക്റ്റീവ് മോഡിനെ മഹാശക്തിശാലിയുമാക്കിയിരിക്കുന്നു. ഗുഡ് നൈറ്റ് പവർ ആക്റ്റീവ് പ്ലസ്. കോൺഗ്രസുകാർ ആകർഷിക്കുന്നതിനൊരു കാരണം പ്രിയങ്കയുടെ മൂക്ക് ഇന്ദിരയുടെ മൂക്ക് പോലെയാണ്. അതുകൊണ്ട് പ്രിയങ്കയുടെ മൂക്ക് കണ്ടിട്ട് ആള് കൂടുന്നു എന്നാണ് ഒരു പത്രം, കോൺഗ്രസിന്റെ ഒരു പത്രം എഴുതിയത്. ഇത് കേട്ടപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നാണ് ആ കഥ. അതിലൊരു മൂക്കൻ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ മൂക്കിന് നീളം കൂടിയത് ഓരോരുത്തർ വർണ്ണിച്ച് ആ കഥാപാത്രത്തിന്റെ മൂക്കിന് നീളം കൂടി. പലരും ആ കഥാപാത്രത്തിന്റെ മൂക്ക് തൊടാൻ നോക്കി, മത്സരം. അവസാനം ആ മൂക്കിന്റെ കൂടെ നടക്കുന്ന ആളുകൾ മൂക്ക് തൊടുന്നവരിൽ നിന്ന് പൈസ വാങ്ങാൻ തുടങ്ങി. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥാപാത്രം അദ്ദേഹം വരച്ചു കാണിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ്സുകാരെ വൈക്കം മുഹമ്മദ് ബഷീർ അന്നേ കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതാണിപ്പോൾ മൂക്കിന്റെ നീളം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കണം. കോൺഗ്രസിന്റെ നയം എന്താണ് അത് പറഞ്ഞ് വോട്ട് പിടിക്കണം. ഇന്ന് BJPയുടെ ഭരണത്തിൽ എല്ലാ രംഗത്തുമുള്ള സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഈ നാട് രക്ഷിക്കാൻ കോൺഗ്രസിന് നയമുണ്ടോ? അതാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും സൈനികർക്കും സുരക്ഷിതത്വമില്ലാത്ത നാടാണ് BJP ഭരിക്കുന്ന ഇന്ത്യ. ഇവരൊന്ന് രാജ്യത്തിന്റെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അതിൽ കോൺഗ്രസ് നൽകുന്ന നിർദ്ദേശം എന്താണ്? കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലത്താണ് ബാബറി മസ്ജിദ് RSS ഇടിച്ചു പൊളിച്ചത്. ആ ബാബറി മസ്ജിദ് പൊളിച്ച ഉമാഭാരതി, LK അദ്വാനി, RSSകാർ, ഇവരെ ആരെയെങ്കിലും കോൺഗ്രസിന് പിന്നീട് 10 വർഷം അധികാരമുണ്ടായിട്ട് ഒരാളെയെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അധികാരം ഉണ്ടായിരുന്ന കാലത്ത് ബാബറി മസ്ജിദ് രക്ഷിക്കാൻ കഴിയാത്തവരാണോ ഇനി ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്? ഗുജറാത്തിൽ വംശീയ കലാപം നടന്നു. 10,000 അതിൽ വിധേയമാകേണ്ടി വന്നു. ആ കലാപത്തിൽ പങ്കെടുത്ത, അതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി, അമിത് ഷാ, അതിലാരെങ്കിലും ആളെ കോൺഗ്രസ് പിന്നീട് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചോ? ആരെയെങ്കിലും ശിക്ഷിച്ചോ? മുംബൈയിൽ കലാപം നടന്നു, 1000-ഓളം പേർ കൊല ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് ഭരണകാലത്ത് എന്ത് നടപടി സ്വീകരിച്ചു? അധികാരം ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം ഇതായിരുന്നു. അവരാണിപ്പോൾ ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ അവരുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതല്ലേ കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്ന ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നത്? ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് ജനങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്.
ഇന്ന് ദേശീയ തലത്തിലുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. സൈനികർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. BJP വന്നതിന് ശേഷം ഈ 5 കൊല്ലത്തിനിടയിൽ വിവിധ സന്ദർഭങ്ങളിലുണ്ടായ ആക്രമണത്തിൽ 890 സൈനികർ കൊല ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഇത്രയും സൈനികർ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടല്ലോ എന്ന് നമ്മുടെ ശ്രദ്ധയിൽ കാര്യം വരുന്നത്. സൈന്യത്തിന് പോലും സുരക്ഷിതമില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ രാജ്യം ആര് രക്ഷിക്കും? 40 സൈനികർ കഴിഞ്ഞ ദിവസം ജീവൻ കൊടുക്കേണ്ടി വന്നു. ആ സൈനികർക്കൊപ്പം ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കണം. ഭീകരവാദികളെ തുരത്തണം. ഭീകരപ്രസ്ഥാനം ഒന്നിനും പരിഹാരമല്ല. ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ രാജ്യത്തിന് ആപത്താണ്. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടിൽ ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ടാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാ പാർട്ടികളും ഗവൺമെന്റ് ബില്ലിൽ ഉറച്ചു നിൽക്കും, സൈന്യത്തിന്റെ ബില്ലിൽ ഉറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പിന്തുണ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ജമ്മു കാശ്മീരിലെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് രാഷ്ട്രീയമായ പരിഹാരം കാണണം. 3 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞതാണ് കൂടിയാലോചിച്ച് പരിഹരിക്കാം. പക്ഷെ RSSന്റെ ഇടപെടൽ കാരണം ആ വാഗ്ദാനം നടപ്പാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ, സൈനികർ കൊല ചെയ്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി RSS രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലും ചുറ്റുപാടും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് RSS ചെയ്യുന്നത്. രാജ്യത്തൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ RSS തക്കം പാർത്തിരിക്കുകയാണ്. ഈ സംഭവത്തെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് മഹാദുരന്തമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കരുത്. ഈ ആക്രമണം ഏതെങ്കിലും ഒരു മതത്തിനെതിരായി നടന്ന ആക്രമണമല്ല, ഒരു പ്രദേശത്തിനെതിരായി നടന്ന ആക്രമണമല്ല, നമ്മുടെ രാജ്യത്തിനെതിരായി നടന്ന ആക്രമണമാണ്. അതുകൊണ്ടാണ് സൈനികർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള സമീപനം നാം സ്വീകരിക്കുന്നത്. ഈ സമീപനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ വിമർശനപരമായി വിലയിരുത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ നമുക്കതാകാം. ആദ്യം തീവ്രവാദികളെ ഒതുക്കണം. അതിനാവശ്യമായ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. അതിനെല്ലാ പിന്തുണയും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈന്യത്തിന് പോലും സുരക്ഷിതം കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റിന് എങ്ങനെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് ഇന്ന് രാജ്യവ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസുരക്ഷ ഉറപ്പുവരുത്താൻ BJP എന്ന് പ്രചരിപ്പിച്ച് അധികാരത്തിൽ വന്നവർ 5 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. BJPയുടെ എല്ലാ മുദ്രാവാക്യങ്ങളും ഒരു പൊള്ളയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സമയം കൂടുതൽ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP അധികാരത്ത് പുറത്താക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു ദുരന്തത്തിന് വിധേയമാവും. പാർലമെന്ററി ജനാധിപത്യം ഇല്ലാതാവും. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്. മതനിരപേക്ഷത ഇന്ത്യയിൽ ഇല്ലാതാവും. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നമ്മുടെ ഭാരതം ഒരു മതരാഷ്ട്രമായി മാറുന്ന അവസ്ഥ വന്നു ചേരും. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുടെ ക്ഷേമം, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്കുള്ള ആശ്വാസ പദ്ധതികൾ, ഇതെല്ലാം ഇടതുപക്ഷ സർക്കാർ സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ സ്വീകരിച്ച നടപടികളാണ്.
ഇവിടെ സഖാവ് സതീദേവി സ്ത്രീ സുരക്ഷ സംബന്ധിച്ചും സ്ത്രീപക്ഷ നിലപാട് സംബന്ധിച്ചും ഇവിടെ വിശദമാക്കിയിട്ടുണ്ട്. വികസനം എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിറകിൽ നിന്ന കേരളം ഇന്ന് മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 4 വരി പാത യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഇടപെട്ടു. തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ റെയിൽ ട്രാക്കിൽ കൂടിയാണ് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ തീവണ്ടികൾ ഓടുന്നത്. ഇത് മാറണം. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തത്തക്ക വിധത്തിലുള്ള അതിവേഗ ട്രെയിൻ ഓടിക്കാനുള്ള 2 ട്രാക്കുകൾ കൂടി നിർമ്മിക്കാൻ സർക്കാർ ഒരു പ്രത്യേക റെയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. ദേശീയ ജലപാത കോവളം മുതൽ ബേക്കൽ വരെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 600 കിലോമീറ്റർ ദൂരം. പൈപ്പ് ലൈൻ വഴി ഗ്യാസ് വിതരണം, അതിനെ ഗെയിൽ പദ്ധതി തടസ്സങ്ങൾ മാറ്റി സംസ്ഥാനത്താകാ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. ഇതെല്ലാ വീടുകളിലും ഇന്ന് കുടിവെള്ളം പൈപ്പ് വഴി ലഭിക്കുന്ന പോലെ ഗ്യാസും പൈപ്പ് വഴി ലഭ്യമാകും. ഗ്യാസിന്റെ വില കുറയും, അപകടങ്ങൾ ഇല്ലാതാവും. ഈ പദ്ധതിയാണ് ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സഹായത്തോടു കൂടി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ നമ്മുടെ നാടിനെ കുറിച്ചൊരു പ്രചാരവില ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല, ആര് ഭരിച്ചാലും കണക്കാണ്, ആര് ഭരിച്ചിട്ടെന്താണ് കാര്യം എന്നതായിരുന്നു ഇവിടുത്തെ ചർച്ച. ആ ചർച്ച മാറ്റാൻ LDFന്റെ 1000 ദിവസം കൊണ്ട് സാധിച്ചു. എല്ലാവരും ഒരുപോലെയല്ല, ആര് ഭരിച്ചാലും കണക്കല്ല എന്ന് തെളിഞ്ഞു. അതാണ് വികസന പദ്ധതികളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ തട്ടിമാറ്റാൻ ഇച്ഛാശക്തിയോടുകൂടി LDF സർക്കാർ ഇടപെടുന്നു. കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടത്ത് സയൻസ് പാർക്കിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 2ാമത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രമുഖ പത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. ഈ കഴിഞ്ഞ ദിവസം 9-ാം തീയതി മലയാള മനോരമ ആ ദിവസത്തെ പത്രത്തിന്റെ മുഖപ്രസംഗം നിങ്ങളൊന്ന് വായിക്കണം. ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മനോരമയുടെ വരിക്കാരാകണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ദേശാഭിമാനി നിർത്തി മനോരമ വാങ്ങാൻ പോകണ്ട. ഏതെങ്കിലും ലൈബ്രറിയിൽ പോയി ആ ദിവസത്തെ പത്രത്തിൽ വായിച്ചാൽ മതി. മനോരമ അന്ന് എഴുതിയിരിക്കുകയാണ് 9-ാം തീയതി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് 5 കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമാക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി തീരുമാനിച്ചതാണ്, നടന്നില്ല. UDF തീരുമാനിക്കും, നടക്കൂല. LDF തീരുമാനിക്കും, നടപ്പാക്കും എന്ന പത്രത്തിന് പറയേണ്ടി വന്നില്ലേ? ഇതാണ് കേരളം മാറും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ ഇവിടെ നടക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. കേരളത്തിൽ 60 കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു, നിസാൻ ഉൾപ്പെടെ. വിവിധ മേഖലയിൽ കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇടപെടൽ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള IT കമ്പനികൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇന്ന് IT മേഖലയിൽ 1 ലക്ഷം പേരാണ് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ IT മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 5 കൊല്ലം കൊണ്ട് IT മേഖലയിൽ 2 ലക്ഷം പേർ ജോലി ചെയ്യുന്ന ഒരു സംവിധാനമായി കേരളത്തിൽ IT മേഖല വികസിക്കും. ഇത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ മുതൽ മുടക്കിന് സുരക്ഷിതത്വം ഇടതുപക്ഷ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വ്യവസായങ്ങൾക്ക് ലൈസൻസ് അപേക്ഷിച്ചാൽ ഇവിടെ 30 ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടും. അല്ലെങ്കിൽ ലൈസൻസ് തടസ്സമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അറിയിക്കുന്നില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായി കണക്കാക്കി അവർക്ക് വ്യവസായം ആരംഭിക്കാം. ഇത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഒരു വലിയ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ
തൊഴിലവസരങ്ങൾ കുറയുകയാണ്. ഗൾഫ് നാടുകളിലാണ് നമ്മുടെ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഗൾഫ് നാടുകളിലെല്ലാം സ്വദേശിവൽക്കരണം ശക്തമായിരിക്കുകയാണ്. പല മേഖലയിലും തൊഴിൽ ഇല്ലാതെ ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് തൊഴിൽ കൊടുക്കുന്നില്ലെങ്കിൽ വലിയ വിപത്ത് ഈ കേരളം നേരിടേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ LDF സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വികസനത്തിന്റെ നേട്ടം ജനങ്ങൾക്ക് കിട്ടണം. അത് കണ്ടുകൊണ്ടാണ് LDF സർക്കാർ പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് മുൻകൈ ലഭിച്ചിട്ടുണ്ട്. ഇത് ശക്തിപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ട് വിരളി പിടിച്ച UDFകാരും BJPക്കാരും ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാലും യേശില്ല എന്ന് വന്നപ്പോൾ വിശ്വാസം അപകടത്തിലാണ് എന്ന് പ്രചരിപ്പിച്ച് RSSും കോൺഗ്രസും ഒത്തുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു ശബരിമലയിൽ എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനമാകാം. ഇത് സുപ്രീം കോടതി വിധിയാണ്. ഇത് ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ തീരുമാനമല്ല. ഈ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന് മാറി നിൽക്കാൻ സാധിക്കില്ല. 91 കേരള ഹൈക്കോടതി പറഞ്ഞു ശബരിമലയിൽ നിശ്ചിത പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന്. അന്ന് ഇടതുപക്ഷ മുന്നണി സർക്കാർ EK നായനാർ മന്ത്രിസഭ ആ ഹൈക്കോടതി വിധി നടപ്പാക്കി. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുമ്പോൾ പിണറായി വിജയൻ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഹൈക്കോടതി വിധി നടപ്പാക്കിയ ഒരു സർക്കാരിന് എങ്ങനെയാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ സാധിക്കുക? ഗവൺമെന്റിന്റെ ബാധ്യത കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സർക്കാർ ഇടപെട്ടപ്പോൾ ഇപ്പോൾ ചിലർ പറയുന്നു നിങ്ങളെ പാഠം പഠിപ്പിക്കും. നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഈ തീരുമാനമെടുത്തത് ഞങ്ങളാണോ? സുപ്രീം കോടതിയല്ലേ ഈ തീരുമാനമെടുത്തത്? പാഠം പഠിപ്പിക്കുമെങ്കിൽ പാഠം പഠിപ്പിക്കേണ്ടത് ആരെയാണ്? സുപ്രീം കോടതിയാണ് പാഠം പഠിപ്പിക്കേണ്ടത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സുപ്രീം കോടതി മത്സരിക്കുന്നുണ്ടോ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വന്ന് ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് ജഡ്ജിമാർക്ക് ഈ വിധി പറഞ്ഞവർക്ക് മത്സരിക്കാൻ പറ്റുമോ? അപ്പോൾ കോടതി വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് RSSും കോൺഗ്രസും. മഹാരാഷ്ട്രയിൽ കോടതി വിധി നടപ്പാക്കി മഹാരാഷ്ട്രയിലെ BJP സർക്കാർ. ഇവിടെ നിയമം നടപ്പാക്കുമ്പോൾ കലാപം നടത്തുന്നത് രാഷ്ട്രീയമായി നടത്തുന്ന സമരമാണത്. ആ സമരത്തിന്റെ മറവിൽ കേരളത്തിൽ വിശ്വാസികൾ അവിശ്വാസികൾ എന്ന ചേരിതിരിവുണ്ടാക്കി വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാം എന്നാണ് ചിലർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാ കാലത്തും പണ്ടും നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ എപ്പോഴും മുമ്പ് നടത്തി വന്ന പ്രചരണമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളല്ല എന്ന പ്രചാരവേല. എന്നാൽ വിശ്വാസികളുടെ പിന്തുണയോടുകൂടിയാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ജയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും കൊടുങ്ങല്ലൂരിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധിയും ഉണ്ടായത് കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലായിരുന്നു ഈ പ്രചാരവേല ആദ്യം ശക്തമായി നടത്തിയത്. അതൊന്നും ഏശാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. കോൺഗ്രസ്സുകാരും BJPക്കാരും വിചാരിക്കുന്നത് ശബരിമലയിൽ പോകുന്നവരൊക്കെ ഈ കോൺഗ്രസും BJP ആണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ പോകുന്നവരിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ നമുക്കായിരിക്കും ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പോകുന്നവരിൽ ക്ഷേത്രത്തിലെല്ലാം പോകുന്നത് കോൺഗ്രസ്സുകാരാ. ഇടതുപക്ഷക്കാർ എല്ലാ ക്ഷേത്രത്തിലും ഇടതുപക്ഷക്കാര് നല്ലൊരു ഭാഗം പോകുന്നുണ്ട്. ഞാൻ ശബരിമലയിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കലും ഈ ശബരിമലയിൽ പോയി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ. അന്ന് മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ധാരാളം പേർ ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു.
മല കയറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ തിരിച്ചു വരുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കൂട്ടത്തിൽ കുറച്ചാളുകൾ എന്നെ കണ്ടപ്പോൾ, സഖാവേ ലാൽസലാം, ലാൽസലാം. എവിടെ നിന്നാണ് ലാൽസലാം പറഞ്ഞത്? ഈ ചിറയൻകീഴിലല്ല, അവിടെ ശബരിമലയിൽ നിന്നാണ് ലാൽസലാം. ഇതാണ് ഈ കേരളം. അതുകൊണ്ട് വിശ്വാസികളെ പേര് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ, ഇടതുപക്ഷക്കാരെ ഒറ്റപ്പെടുത്താമെന്ന് കരുതണ്ട. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഈ വെല്ലുവിളി നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കരുത്തുണ്ട് എന്ന് ഈ കേരളം തെളിയിക്കും. ഇതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് വർദ്ധിക്കാനാണ് പോകുന്നത്, സീറ്റ് വർദ്ധിക്കാനാണ് പോകുന്നത്. അതാണ് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മെനഞ്ഞാന്നുണ്ടായ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ശബരിമല നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത വാർഡിൽ ഇലക്ഷൻ നടന്നു. വലിയ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ എല്ലാ പയറ്റി പ്രയോഗങ്ങളും ഇവർ നടത്തി. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രദേശത്തുള്ള ഇലക്ഷനിലും ജയിച്ചിരിക്കുന്നു എന്നത് ഇത്തരത്തിലുള്ള പ്രചാര നിലകൊണ്ടൊന്നും ഇടതുപക്ഷത്തെ കേരളത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. സർവേ റിപ്പോർട്ടുകളൊക്കെ പലതും വരും. ഈ സർവേ റിപ്പോർട്ടൊക്കെ പല വിഷയങ്ങളെയും ആസ്പദമാക്കി ഒരു 100 ആളോട് ചോദിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ സർവേ റിപ്പോർട്ട്. ഇത് കേട്ട ഉടനെ നമ്മുടെ സഖാക്കൾ പോയി സർവേ റിപ്പോർട്ടൊക്കെ നമുക്കെതിരാണ്, ഇനി എത്ര ജാഥ നടത്തിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാനാണ് ഈ അതിശയോക്തികരമായ സർവേ റിപ്പോർട്ടുകൾ ഇറക്കുന്നത്. 2004 ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ തരംഗമുണ്ടായ ഒരു ഇലക്ഷനാണ്. അന്ന് വന്ന സർവേ റിപ്പോർട്ട് നിങ്ങൾ ഓർക്കണം. ഇടതുപക്ഷത്തിന് സീറ്റ് അന്ന് സർവേകൾ പറഞ്ഞു 6 സീറ്റ്, UDFന് 14 സീറ്റ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ UDFന് 1 സീറ്റ്, ഇടതുപക്ഷ മുന്നണിക്ക് 6 പകരം 18. ഇവരാരും പറയാത്ത സർവേയിൽ കാണാത്ത NDAക്ക് 1 സീറ്റ് കിട്ടുകയും ചെയ്തു 2004. അപ്പൊ സർവേ റിപ്പോർട്ട് വിശ്വസിക്കണ്ട. 2011 ഒരു സർവേ റിപ്പോർട്ട് വന്നു. VS ഗവൺമെന്റ് ഉണ്ടായ സന്ദർഭത്തിൽ ഇലക്ഷൻ നടന്നു. ആദ്യം വന്ന സർവേ റിപ്പോർട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് 40, UDFന് 100. നമ്മുടെ സഖാക്കൾ നിരാശരായി. അപ്പോൾ ആള് പറയാൻ തുടങ്ങി, അങ്ങനെയാണല്ലോ കേരളം, 5 കൊല്ലം UDF 5 കൊല്ലം LDF എന്ന് പറയാൻ തുടങ്ങി. ഈ റിപ്പോർട്ട് ആൾ വിശ്വസിച്ചു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് റിസൾട്ട് ഉണ്ടായത്? ഇടതുപക്ഷത്തിന് 68, UDFന് 72. ഒരു 3 കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തുടർ ഭരണം ഉണ്ടാകുമായിരുന്നു. അന്ന് 4 സീറ്റിൽ ഇടതുപക്ഷം തോറ്റത് 400 താഴെ വോട്ടുകൾക്കാണ്. ഇത് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ നാഗപ്പൻ പാറശാല തോറ്റു, 400 വോട്ടിനാണ് തോറ്റത്. മണലൂരിൽ നമ്മുടെ സഖാവ് ബേബി ജോൺ അന്ന് തോറ്റു 300 വോട്ടിൽ. കണ്ണൂരിൽ പ്രകാശം മാസ്റ്റർ അഴീക്കോട് തോറ്റു 400 വോട്ട്. പിറവത്ത് ജേക്കബ് നമ്മുടെ MLA തോറ്റു അന്ന് 183 വോട്ടിൽ. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ സർവേ റിപ്പോർട്ട് പ്രകാരം നമുക്ക് 68 കിട്ടും എന്ന് ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പ് ആ റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ നമ്മുടെ സഖാക്കൾ എന്തായാലും ഒന്ന് നോക്കാം എന്ന് പറയാച്ച എല്ലാ മണ്ഡലത്തിലും ഒന്ന് ഒത്തുപിടിക്കുമായിരുന്നു. ഈ 4 മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കുമായിരുന്നില്ലേ? നമുക്ക് തുടർ ഭരണം കിട്ടുമായിരുന്നു. ഇപ്പൊ സർവേ റിപ്പോർട്ടിന്റെ പിന്നിൽ പോകരുത്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വേറെ സർവേ റിപ്പോർട്ട് ചിലപ്പോൾ വരും. അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു 12 എന്ന സർവേ റിപ്പോർട്ട് വരാം. അപ്പൊ നമ്മുടെ സഖാക്കൾ പറയും മാറി, ഇനി നമുക്ക് വിശ്രമിക്കാം. ഒരു സർവേ റിപ്പോർട്ട് വിശ്രമിക്കും, നമ്മൾ വിശ്വസിക്കണ്ട. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ചിലർ പറയും, ഇടതുപക്ഷത്തിനെതിരായിട്ടും പറയും. നമ്മൾ ജനങ്ങൾക്കിടയിൽ പോയി സർവേ നടത്തിയാൽ മതി, ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കുക, അങ്ങനെ ജനവിശ്വാസം ആർജിക്കുക. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകന്മാർ ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കുക. എല്ലാ പ്രവർത്തകന്മാരും നല്ലൊരു ഭാഗം ആളുകൾ ജോലിയുള്ളവരാണ്, തൊഴിലാളികളാണ്. ജോലി സമയം കഴിഞ്ഞ് ഒരു ദിവസത്തിൽ കിട്ടുന്ന ബാക്കി സമയം 1 മണിക്കൂറെങ്കിലും ഇനിയുള്ള ദിവസം LDFന് വേണ്ടി പ്രവർത്തിക്കണം.
അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്ര വിജയം നമുക്ക് നേടാൻ സാധിക്കും. അതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം. തിരുവനന്തപുരം ജില്ലയിൽ 2 സീറ്റും ജയിക്കണം. ആ തിരുവനന്തപുരവും ഇത്തവണ ജയിക്കണം. ആറ്റിങ്ങൽ നമുക്ക് ഉറപ്പിക്കണം. അങ്ങനെ ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷം ഒരു ചരിത്ര വിജയത്തിലേക്ക് നീങ്ങേണ്ടുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നൽകിയ സന്ദേശങ്ങൾ അത് ജനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്കൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കണം. ഈ സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന യാത്രക്ക് ഇവിടെ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് യാത്രയുടെ പേരിൽ ഹൃദയംഗവുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.